ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് പാലെടുക്കാം. പാലൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കത് കട്ടയില്ലാതെ ഒന്ന് കലക്കി മാറ്റി വെക്കാം. അപ്പോഴത്തേനും നമ്മുടെ പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് മിക്സായി വരുന്നവരെ ഒരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡിൻ്റെ ആ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ ഇനി നമ്മുടെ കസ്റ്റാർഡൊക്കെ ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോഴത്തേനും നമുക്ക് ഇതിലേക്കുള്ള ബ്രെഡ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അത് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ബ്രെഡിൻ്റെ ഒരു ഭാഗം ഒന്ന് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ബ്രെഡ് ചൂടാക്കിയെടുക്കുമ്പോൾ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഒന്ന് പാനിലിട്ടിട്ട് ഇതുപോലെ ചൂടാക്കിയെടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബ്രെഡ് ഒന്ന് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബ്രെഡ് ഇതേപോലെ ഒന്ന് അടുക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഗ്യാപ്പില്ലാതെ വേണം നമ്മൾ ബ്രെഡ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഞാൻ പകുതി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് ബ്രെഡിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ബ്രെഡ് ഇതുപോലെ ഒന്ന് അടുക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ സെക്കൻഡ് ലെയറും ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഒരു കസ്റ്റാർഡും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ബ്രെഡൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. ഇനി നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാത്ത ആ ഒരു കസ്റ്റാർഡ് നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കസ്റ്റാർഡൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കുങ്കുമപ്പൂ ഒന്ന് ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിൽ അതിട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പുഡിങ്ങൊക്കെ തണുത്ത് നല്ലപോലെ തന്നെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റും സോഫ്റ്റും ആയിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.